മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ദില്ലി പ്രക്ഷോഭത്തെ അധിക്ഷേപിച്ച് മേജർ രവി. വിദേശ ഫണ്ടിങ്ങിൽ നടക്കുന്ന സമരമെന്നാണ് ആരോപണം. രാഹുൽ ഗാന്ധി നടത്തിയത് ഷോ ഓഫ് ആണെന്നും നിരോധിത മേഖലയിൽ പ്രക്ഷോഭം നടത്തിയാൽ തിരിച്ചു കിട്ടുമെന്നുമാണ് മേജർ രവി പറഞ്ഞത്. പരീക്ഷാ പേപ്പർ ചോർച്ച ഇതാദ്യമായല്ല നടക്കുന്നതെന്നും മേജർ രവി. എനിക്ക് മായ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു ആനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട്, നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം, ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയില്ല. ലേബി സജിതരുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ലേബിയിലേക്ക് പോവുകയാണ്. ലേബി, ഇപ്പോൾ നമ്മൾ കേട്ട ബൈറ്റിൽ പറയുന്നത് മോഹൻലാലിന്റെ മകൾ വിസ്മയക്കെതിരെ, വിസ്മയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് മേജർ രവിയുടേത്. ഒപ്പം നമുക്കറിയാം ഇതിൽ പ്രതിഷേധം, ഈ ദില്ലി നടക്കുന്ന പ്രതിഷേധത്തെ അധിക്ഷേപിച്ചുകൊണ്ടും മേജർ രവി സംസാരിക്കുകയുണ്ടായി. എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു ഇങ്ങനെയെന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രക്ഷോഭം നടത്തുന്നവരെ മുഴുവൻ അവഹേളിച്ചുകൊണ്ടാണ് മേജർ രവി ഇപ്പോൾ ഒരു വീഡിയോ ഇറക്കിയിരിക്കുന്നത്. ആ വീഡിയോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇത്തരത്തിൽ ഇത് വിദേശ ഫണ്ടിങ്ങിലൂടെ നടത്തുന്ന പ്രക്ഷോഭമാണ്. ഇവിടെ സമരം നടത്തുന്നതിൽ ആരെങ്കിലും കുട്ടികളുണ്ടോ? നീറ്റ് പരീക്ഷ എഴുതിയവരിൽ 1% പോലും പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നില്ല. പരാജയപ്പെട്ട് കർഷക സമരം നടത്തി നേരത്തെ പരാജയപ്പെട്ട കർഷകരെ കൂടി ഇവിടെ സമരത്തിന് ഇറക്കിയിരിക്കുകയാണ് എന്ന് തുടങ്ങി പ്രക്ഷോഭക്കാരെ മുഴുവൻ അവഹേളിക്കുന്ന രീതിയിലുള്ള അധിക്ഷേപ വർഷം തന്നെയാണ് ആ വീഡിയോയിലുടനീളം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപം നടത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഷോ ഓഫ് കാണിച്ചിരിക്കുകയാണ്. മോഹൻലാലിന്റെ മകൾ വിസ്മയ കാര്യമൊന്നും അറിയാതെയാണ് ഇതിൽ പ്രതികരിച്ചിരിക്കുന്നത്. കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പ്രക്ഷോഭത്തിനെതിരായി തന്നെ നിലപാടെടുക്കും. വളരെ സെൻസിബിളായ കാര്യങ്ങളെയൊക്കെ വളരെ സൗമ്യതയോടെ എടുക്കുന്ന, വളരെ സഹാനുഭൂതിയുള്ള ഒരു പെൺകുട്ടിയാണ് വിസ്മയ. വിയറ്റ്നാമിൽ പഠിക്കുന്ന സമയത്ത് ഒരു തെരുവ് നായയെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടപ്പോൾ ആ നായയെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പെർമിഷനോടുകൂടി കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് വളർത്തുന്ന കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ തല്ലുന്നത് കണ്ടപ്പോഴുള്ള വൈകാരിക പ്രകടനം മാത്രമാണ് നടത്തിയത്. കാര്യം അറിഞ്ഞുകൊണ്ടല്ല വിസ്മയ സംസാരിക്കുന്നത് എന്ന് തുടങ്ങി സമരത്തിൽ പങ്കെടുക്കുന്നവരെയെല്ലാം നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് മേജർ രവി പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ സമരം നടത്തുന്നത് വിദേശ ഫണ്ടിങ്ങിലൂടെയാണ്. ഇവിടെ വരുന്നവർക്ക് നൽകുന്ന ഭക്ഷണപ്പൊതിയുടെ ഫണ്ടിങ് തന്നെ പരിശോധിക്കുക. ഇങ്ങോട്ട് എത്തുന്നവരിൽ ഒരാൾക്ക് പോലും നീറ്റ് പരീക്ഷ എന്തെന്നറിയില്ല എന്ന് തുടങ്ങി ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിട്ടുള്ളവർക്ക് കൃത്യമായ ഇന്റൻഷൻ വേറെയുണ്ട് എന്നുള്ള ആക്ഷേപമാണ് നടത്തുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള പ്രക്ഷോഭം നടത്തുമ്പോൾ പോലീസിനെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചടി കിട്ടുക തന്നെ ചെയ്യും എന്ന് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവർ ആക്രമണത്തിന് ഇരയായവർക്കെതിരെയും രൂക്ഷ വിമർശനം നടത്തിയിരിക്കുന്നു. പോലീസിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് കണ്ടു നിൽക്കുന്നില്ല, കിട്ടിയിട്ട് മോങ്ങിയിട്ട് കാര്യമില്ല എന്ന രീതിയിലൊക്കെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. വളരെ സുദീർഘമായ ഒരു വീഡിയോയിൽ തുടക്കം മുതൽ അവസാനം വരെ വളരെ രൂക്ഷമായി പ്രക്ഷോഭത്തെ വിമർശിച്ചിരിക്കുകയാണ്. ഇതിൽ അതുമാത്രമല്ല, ഈ പ്രക്ഷോഭകാരികൾ എല്ലാവരും വളരെ ദുരുദ്ദേശപരമായി എത്തിയിരിക്കുന്നവരാണ്. ഇവർക്കൊന്നും നല്ല ഉദ്ദേശമല്ല. ഇതിന് നീറ്റ് പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളേക്ക് വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട്, അതുമാത്രമല്ല ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ മാത്രമല്ല, 2004 ചോർന്നിട്ടുണ്ട്. അതിന്റെ മുൻകാല ചരിത്രമൊക്കെ എടുത്തു വെച്ചുകൊണ്ടാണ് നേരത്തെയും ഈ പരീക്ഷാ പേപ്പറുകൾ ചോർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോഴുള്ള പരീക്ഷാ ചോർച്ചയെ ലാഘവവൽക്കരിക്കുക കൂടിയാണ് മേജർ രവി ചെയ്തിരിക്കുന്നത്. ഏതായാലും വീഡിയോയുടെ തുടക്കം മുതൽ ആദ്യന്തം വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രക്ഷോഭകാരികളെ വിമർശിക്കുന്നു. പ്രക്ഷോഭം നടത്തുന്നവർക്കൊക്കെ വേറെ ലക്ഷ്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള പരാമർശം നടത്തുന്നു. ഇതിലേക്ക് പങ്കെടുക്കാനെത്തിയ താരങ്ങളെയും അവഹേളിക്കുന്നുണ്ട്. ഒരു ചാരിറ്റിക്ക് വേണ്ടി പണം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ പോലും ഇതിലൊന്നും വരാത്തവരെല്ലാം കൂടി വണ്ടി പിടിച്ചു പോയിരിക്കുകയാണ് ഡൽഹിയിലേക്ക് പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ. തുടങ്ങി വളരെ അധിക്ഷേപകരമായ പരാമർശമാണ് പ്രക്ഷോഭത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ നടത്തിയ പരാമർശവും ഇത്തരത്തിൽ തെറ്റിദ്ധാരണ മൂലമുണ്ടായതാണ് എന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ വിസ്മയ തിരുത്തുമെന്നുമൊക്കെ മേജർ രവി ഇവിടെ വന്ന് പറയുകയാണ്.
ഓക്കെ, വ്യക്തമാണ്. സുദീർഘമായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം മുതൽ ഒടുക്കം വരെയും എല്ലാവരെയും അധിക്ഷേപിച്ചുകൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അദ്ദേഹം ചിത്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ വിദ്യാർത്ഥികളെ, അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന വിദ്യാർത്ഥികളാണ്, അവരെ അധിക്ഷേപിക്കുന്നു, അതിനെ പിന്തുണ അർപ്പിക്കുന്നവരെ അധിക്ഷേപിക്കുന്നു. വിസ്മയക്കൊക്കെ എന്താണ് നിലപാടില്ല എന്നാണ് അവർ കരുതുന്നത് എന്ന രീതിയിലൊക്കെയാണ് അധിക്ഷേപകരമായിട്ടുള്ള ഒരു വീഡിയോ മേജർ രവി പങ്കുവച്ചിരിക്കുന്നത്. ലേബി സജീന്ദ്രനാണ് വിശദാംശങ്ങൾ